യായുവിന്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പൊ യായുവിന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് കൊടുക്കാൻ പോയി. യായു എക്സൈറ്റഡ് ആവുന്ന ഉറപ്പാണ്. തലേ ദിവസം തന്നെ ഗിഫ്റ്റ് മേടിച്ച് വെക്കണം. നാളെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് സർപ്രൈസ് ആയിട്ട് വേണം കൊടുക്കാൻ. ഉച്ചയ്ക്ക് ഒരു 45 മിനിറ്റ് ലഞ്ച് ബ്രേക്ക് ഉണ്ട്. ആ ടൈമിൽ ഞാനും അമ്മയും കൂടെ ഈ ഒരു കടയിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു സൈക്കിൾ സെലക്ട് ചെയ്യണം. ഈ ഒരു സൈക്കിളാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. 14 സൈസ്. 3 വയസ്സുള്ള കുട്ടികൾക്ക് ഇത് മതിയാവും. ശേഷം ക്യാഷും കൊടുത്ത് ഇപ്പോൾ നമ്മൾ പോകുന്നത് അമ്മൂനെ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ കൊണ്ട് വിടാനാണ്. അങ്ങനെ അമ്മൂനെ ക്ലാസ് നടക്കുന്ന അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തതിനു ശേഷം ഞാനിപ്പോൾ തിരികെ ബ്രാഞ്ച് വന്നു. യായു അമ്മ ഇപ്പോൾ നിലവിൽ തീക്കോയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈക്കിൾ നമുക്ക് തീക്കോയിൽ എത്തിക്കണം. അതുകൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഈ ഒരു കൂട്ടുകാരന്റെ കടയിലേക്കാണ് വന്നിരിക്കുന്നത്. കടയിൽ നിന്ന് അമലിനെയും കൂട്ടി ഇപ്പോൾ നേരെ നമ്മുടെ സൈക്കിൾ കടയിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. സൈക്കിളിന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് എല്ലാം പിടിപ്പിച്ച് ഇവർ റെഡിയാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ ഈ ഒരു സൈക്കിൾ കൊണ്ട് തീക്കോയി നമ്മുടെ നെയ്ബറിന്റെ വീട്ടിൽ കൊണ്ട് പാത്ത് വെക്കണം. എന്തായാലും ഞാനും കൂട്ടുകാരനും ഇന്ന് സൈക്കിൾ വെക്കാൻ വേണ്ടി തീക്കോയി വരെ പോകുന്നുള്ളതുകൊണ്ട് അമ്മു ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഈ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ വന്ന് വെയിറ്റിംഗ് ആയിരുന്നു. ഒന്നിച്ച് പോകാലോ എന്നാണ് വിചാരിച്ചത്. അമ്മുനെയും പിക്ക് ചെയ്ത് നമ്മളിപ്പോൾ നേരെ തീക്കോയിലെത്തി. ഈ കാർ പാർക്ക് ചെയ്തേക്കുന്നതിന്റെ തൊട്ട് താഴെയാണ് നമ്മുടെ വീട്. ഈ നെയ്ബറിന്റെ വീട്ടിലാണ് നമ്മൾ ഇന്ന് സൈക്കിൾ പാത്ത് വെക്കാൻ പോകുന്നത്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്റെ ഒരു കൂട്ടുകാരനാണ് സൈക്കിൾ എടുക്കാനും വെക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്തത്. ഞാൻ താഴേക്ക് പോയി യാവിനെ കാണുന്നില്ല. കാരണം ഒന്ന് യാവിന് സങ്കടമാവും ഞാൻ പോകുന്നു കഴിഞ്ഞാൽ, രണ്ട് യാവിന് ചിലപ്പോൾ ഡൗട്ട് അടിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ഇന്നാണ് നമ്മൾ കാത്തിരുന്ന ആ ദിവസം, മാർച്ച് 14. ഇന്നാണ് യാവിന്റെ ബർത്ത്ഡേ. ഞാൻ രാവിലെ തന്നെ അമ്മുനെ യാവിനെ പിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു അമ്പലത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ എന്റെ നേരത്തെ മാനേജറായ പ്രകാശ് ചേട്ടനെ കണ്ടു. ചേട്ടനും ഫാമിലി ഉണ്ടായിരുന്നു. എല്ലാവരോടും അല്പനേരം വർത്താനമൊക്കെ പറഞ്ഞു. ഈ ഒരു അമ്പലം നമ്മുടെ പാല ഈരാറ്റുപേട്ട റൂട്ടിൽ അമ്പാറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശേഷം ഇപ്പോൾ അമ്പലത്തിൽ തൊഴുതിറങ്ങിയതിന് ശേഷം കേക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ നേരെ പാലായിക്കാണ് പോകുന്നത്. കസ്റ്റം ചെയ്ത ഹോം മെയ്ഡ് കേക്കാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. കേക്ക് തരാൻ വേണ്ടി കണ്ണൻ ചേട്ടനും വൈഫും കൂടെ നേരിട്ടാണ് വന്നത്. നല്ല ഹോം മെയ്ഡ് കേക്ക് വേണ്ടവർക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അങ്ങനെ ഇപ്പോൾ തിരികെ വന്ന് കേക്ക് മുറിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം കഴിഞ്ഞ് യായു കേക്ക് മുറിക്കാൻ പോവാണ്. ഇന്ന് മാർച്ച് 14 യായുവിന് 3 വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇന്ന് വിഷ് ചെയ്ത് എല്ലാവർക്കും യായുവിന്റെ വക താങ്ക്സ്. ശേഷം ഇപ്പോൾ യായുവിന്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യായു കുറെ നാളായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു മൂവ്മെന്റിന് വേണ്ടി. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം എല്ലാവരും ചെയ്യുമ്പോൾ അമ്മു യായുവിന് ഒരു പീസ് കൊടുത്തു. ഞാൻ യായുവിന് ഒരു പീസ് എടുത്ത് കൊടുത്തു. ശേഷം അമ്മുമ്മ അപ്പൂപ്പനും മാമനും എല്ലാം കേക്ക് എല്ലാം യായുവിന് കൊടുത്തു. പിന്നെ യായുവിന്റെ ഫ്രണ്ട്സ് ആയ ചേച്ചിമാരും ചേട്ടനും എല്ലാം യായുവിന് ഇപ്പൊ കേക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്തായാലും യായു നല്ല ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളും നല്ല ഹാപ്പി ആയി. അങ്ങനെ ഒഫീഷ്യൽ കേക്ക് കട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം യായുവിനെ കണ്ണടച്ച് നിർത്തിട്ട് ഇപ്പോൾ ഞാനും അമ്മയും കൂടെ സൈക്കിൾ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. യായുവിനുള്ള ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കണ്ടപ്പോൾ ഇതായിരുന്നു യായുവിന്റെ റിയാക്ഷൻ. ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. യായു തന്നെയാണ് പറഞ്ഞത് സദ്യ മതിയെന്ന്. ശേഷം ഇപ്പോൾ യായുവിന്റെ ഫ്രണ്ട്സും ഞങ്ങളും എല്ലാവരും കൂടെ ഇരുന്ന് സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ നമ്മുടെ യായുവിന്റെ ബർത്ത്ഡേ ആഘോഷങ്ങളെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ശുഭം.